ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് 8mm ബീഡ്സ് വെച്ചിട്ടുള്ള ഒരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് 4mm ഗോൾഡൻ ബീഡ്സ് കൂടി എടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഞാനിത് കോർക്കാനായിട്ട് ഫിഷിംഗ് ത്രെഡാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഫിഷിംഗ് ത്രെഡ് നമുക്ക് ഒരു അത്യാവശ്യം ലെങ്ത്തിൽ എടുത്തു കൊടുക്കാം. അതിനുശേഷം നമ്മൾ രണ്ടാക്കിയിട്ട് ത്രെഡ് മടക്കുക. ഇനി നമ്മൾ ഒരറ്റത്തേക്ക് നമ്മൾ ഇതേപോലെ ഈ 8mm ബീഡ്സ് ഇട്ട് കൊടുക്കാം. കളർ ബീഡ്സ് ഇല്ലെങ്കിൽ കുഴപ്പമില്ല, വൈറ്റ് ബീഡ്സും ഗോൾഡൻ കളർ ബീഡ്സ് വെച്ചിട്ട് ചെയ്യാം. നല്ല കളർ കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് അറ്റം ഒന്ന് ലോക്ക് ചെയ്തിട്ട് ഇത് കണ്ടില്ല ഇതേപോലെ താഴത്തേക്ക് ഒന്ന് വലിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വീണ്ടും ആ രണ്ടാക്കി മടക്കിയ ഭാഗം ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഓരോ ഭാഗത്തൂടെയും ഈ 2 ഗോൾഡൻ ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഈ രണ്ട് ഗോൾഡൻ ബീഡ്സ് നമുക്ക് ഓരോ സൈഡിലും ഇട്ട് കൊടുക്കാം. നമ്മൾ ഗോൾഡൻ ബീഡ്സും കുഞ്ഞു ബീഡ്സൊക്കെ കോർക്കുമ്പോൾ ഏറ്റവും കഷ്ടമുള്ളൊരു പരിപാടി എന്നുള്ളത് അതിൻ്റെ ഹോളിലേക്ക് കറക്റ്റായിട്ട് ഇടാൻ കിട്ടാത്തതാണ് കേട്ടോ. അതൊരു ശരിക്കും നമ്മൾ മെനക്കെട്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും റിസ്ക് ആയിട്ട് നമുക്ക് തോന്നുന്നൊരു കാര്യം ഇതാണ്. ഒട്ടുമിക്ക ആൾക്കാരുടെ അനുഭവം ഇതൊക്കെ തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ഇത് നമ്മൾ രണ്ടാമത്തെ ആ ഒരു ഭാഗത്തൂടെയും ഇതേപോലെ രണ്ട് ബീഡ്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2 ബീഡ്സ് ഇട്ട് കൊടുത്തു, 2 സൈഡിലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയോ, നമ്മുടെ ഈ ഒരു വലിയ ബീഡ്സ് ഉണ്ടല്ലോ 8mm ബീഡ്സ് ഈ ഒരു കളർ എടുക്കാം. എന്നിട്ട് ഒരെണ്ണത്തിലൂടെ കോർത്തിട്ട് മറ്റേ അറ്റം ഉള്ളിലോട്ട് ഇതേപോലെ ലോക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ താഴത്തോട്ട് വലിച്ചു കൊടുത്താൽ നമ്മുടെ ഈ ഒരു ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇനിയും എല്ലാം ഇതേപോലെ തന്നെയാണ് കേട്ടോ. നമ്മൾ ഒരു 2 ഭാഗത്തും ഈ 2 ഗോൾഡൻ കളർ ബീഡ്സ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നടുക്കത്തെ ഭാഗത്ത് വലിയ ബീഡ്സ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഉള്ളിലൂടെ ലോക്ക് ചെയ്താൽ മതി. നമുക്കിത് ഒരു മാല പോലെ അത്യാവശ്യം നിങ്ങൾക്ക് എത്ര ലെങ്ത്തിൽ ചെയ്യാൻ പറ്റുന്നോ ഒരു ഹെയർ ബാൻഡിന് ആവശ്യമായിട്ടുള്ള ലെങ്ത്ത് ആദ്യം എടുക്കുക. എന്നിട്ട് നമ്മൾ അതിനനുസരിച്ച് ത്രെഡ് കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ ഈ ഒരു വർക്ക് ചെയ്യാനായിട്ട് കേട്ടോ. അതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഓണം സമയം കാര്യങ്ങളൊക്കെ ആയി, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഓണത്തിൻ്റെ ഒരു സമയത്തൊക്കെ ശരിക്കും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ഒരു കളർ കോമ്പിനേഷനും ഐറ്റംസൊക്കെയാണ്. പിന്നെ ഇഷ്ടമുള്ള ഡ്രസ്സിന് മാച്ച് ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെയുള്ള കളറുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ. നമ്മൾ വീണ്ടും ഇതേപോലെ 2 ബീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, ആർക്കെങ്കിലും മനസ്സിലാകാതെ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. ഈ 2 ബീഡ്സ് ഇട്ട് കൊടുക്കാം. ബീഡ്സ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മുടെ വലിയ ബീഡ്സ് എടുത്തിട്ടിട്ട് ലോക്ക് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1-2 പ്രാവശ്യം ഒന്ന് റിപ്പീറ്റ് ചെയ്തിട്ട് കണ്ടാൽ മതി. നമ്മൾ മാക്സിമം എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, വീണ്ടും ഇതേപോലെ തന്നെ ചെയ്യാണ്. ഉള്ളിലൂടെ ലോക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ലോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ എത്ര ലെങ്ത്ത് വേണോ അതിനനുസരിച്ച് ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ഫിഷിംഗ് വയർ എടുത്ത് വരുന്നതുകൊണ്ടല്ല കേട്ടോ, കാരണം നമുക്ക് ഇതൊക്കെ എടുക്കുമ്പോഴാണ് നമ്മുടെ ഒരു ബഡ്ജറ്റിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ കോപ്പർ വയറൊക്കെ എടുക്കുമ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് വരും. ഇത് നമ്മൾ കണ്ടില്ല, നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് ഇതാണ് കണ്ടില്ലേ. നമുക്ക് മാലയായിട്ടോ അല്ലെങ്കിൽ ബ്രേസ്ലെറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ചെയ്യുന്ന ഹെയർ ബാൻഡിൻ്റെ വർക്ക് എല്ലാത്തിനും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇത് ചെയ്യുന്നത് ഗം വെച്ചിട്ട് ഒട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗം വെച്ചിട്ട് ഒട്ടുമോയെന്ന് എല്ലാവർക്കും സംശയമുണ്ട്. നന്നായിട്ട് ഒട്ടും. ഗം വെച്ചിട്ട് ഒട്ടിച്ചതിന് ശേഷം നമുക്ക് ഉള്ളിലൂടെ വേണേൽ കോപ്പർ വയറോ മറ്റു ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ഐഡിയ ആണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ ഓണത്തിൻ്റെ പുതിയ കിറ്റുമായിട്ട് വേഗം വരുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.